ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത വിവാഹ പാർട്ടികളെ വലച്ച് VIP വിവാഹം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് പ്രധാനമന്ത്രി എത്തുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാറ്റിവെക്കേണ്ടി വന്നത് ബുധനാഴ്ച രാവിലെ നടക്കേണ്ട 48 വിവാഹങ്ങൾ. ഞായറാഴ്ച നടന്ന യോഗത്തിലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ SPG തയ്യാറായില്ല. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കൂടാതെ 48 വിവാഹങ്ങളാണ് ബുധനാഴ്ച രാവിലെ 6 മണിക്കും 9 മണിക്കുമിടയിലുള്ള മുഹൂർത്തത്തിൽ നടത്താനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്തിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിനാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഒഴികെ ഈ സമയത്ത് നിശ്ചയിച്ചിരുന്ന മറ്റു വിവാഹങ്ങളെല്ലാം മാറ്റണമെന്നാണ് SPG നിർദ്ദേശം. രാവിലെ 6 മണിക്ക് മുൻപോ 9 മണിക്ക് ശേഷമോ വിവാഹ ചടങ്ങുകൾ നടത്തുന്നതിന് സൗകര്യമൊരുക്കാൻ തയ്യാറാണെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ വിവാഹ പാർട്ടികളെ അറിയിച്ചു. എന്നാൽ ഒരു വിവാഹ പാർട്ടിയിൽ വധൂവരന്മാരും ബന്ധുക്കളും ഉൾപ്പെടെ 20 പേർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. ഒരു VIP വിവാഹത്തിന്റെയും അതിൽ പങ്കെടുക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി എത്തുന്നതിന്റെയും പേരിൽ മറ്റുള്ളവരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും തടയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നാണ് പൊതുപ്രവർത്തകരും ഉന്നയിക്കുന്ന ചോദ്യം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 75 വിവാഹങ്ങൾ അവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. പ്രധാനമന്ത്രി വരുന്നതോടുകൂടി ഏകദേശം 10-ൽ കൂടുതൽ വിവാഹങ്ങൾ മാറ്റിവെക്കണമെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ചോറൂണായാലും തുലാഭാരമായാലും ഇതെല്ലാം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. മാത്രമല്ല, ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മകരജ്യോതി കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂരിലേക്ക് ഒട്ടേറെ അയ്യപ്പ ഭക്തന്മാർ തിരിച്ചു വരുന്ന ദിവസമാണ് ജനുവരി മാസം 17-ാം തീയതി. അവർക്കെല്ലാവർക്കും വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് ശുഭമുഹൂർത്തം നിശ്ചയിച്ച് ഷീട്ടാക്കി വെച്ച വിവാഹ ചടങ്ങുകളാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ പേരിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ചോറൂണുകളും തുലാഭാരങ്ങളും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊന്നും അന്നേ ദിവസം അനുമതി പോലുമില്ല. കൈരളി ന്യൂസ്, തൃശൂർ.